ഹലോ സ്റ്റുഡൻസ്, ഹൈഡ്രോകാർബൺസിൽ നിന്നും ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ചില മെത്തേഡ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് ബൈ ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ. ഈ റിയാക്ഷനിലെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ആൽക്കെയിൻസ് ആണ്. ഇത് ഒരു ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് ലൈറ്റിൻ്റെയോ ഹീറ്റിൻ്റെയോ പ്രസൻസിലാണ് ഇത് നടക്കാറുള്ളത്. അതായത് ആൽക്കെയിൻസിൽ നിന്നും ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള മെത്തേഡാണിത്. വെൻ ആൽക്കെയിൻസ് ആർ ട്രീറ്റഡ് വിത്ത് ഹാലോജൻ സച്ച് ആസ് ക്ലോറിൻ ഓർ ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ്, they undergo free radical substitution and a mixture of mono and poly substituted products is obtained. So, ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഹാലോജൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ ഹീറ്റ്. സാധാരണയായി യൂസ് ചെയ്യുന്ന ലൈറ്റ് UV ലൈറ്റ് ആണ്. ഓക്കെ, UV light means ultraviolet light. ആൻഡ് ദ ഹാലോജൻ വിൽ ബി ക്ലോറിൻ ഓർ ബ്രോമിൻ. ഒരു ആൽക്കെയിൻ ലൈറ്റിന്റെ പ്രസൻസിൽ ഹാലോജൻ ആറ്റവുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൽക്കെയിനിലെ ഓരോ ഹൈഡ്രജൻ ആറ്റവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി റീപ്ലേസ് ചെയ്ത് കറസ്പോണ്ടിങ് ഹാലോജൻ ആറ്റംസ് വരും. ഫോർ എക്സാമ്പിൾ, വെൻ മീഥേൻ ഈസ് ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, വൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം in this methane is replaced by chlorine atom, then the product will be CH3Cl and one HCl molecule is eliminated. എങ്ങനെയാണ് HCl വന്നത്? ഈ മീഥേനിലെ ഒരു ഹൈഡ്രജൻ ആറ്റവും ഈ ക്ലോറിനിലെ ഒരു ക്ലോറിൻ ആറ്റവും കൂടി HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോകും. അതേസമയം ഇതിലെ ഒരു ഹൈഡ്രജൻ ആറ്റം പോയി പകരം ഒരു ക്ലോറിൻ ആറ്റം വരും. അങ്ങനെ അത് CH3Cl ആയി മാറും. When this molecule again treated with the chlorine in the presence of light, that is H nu, ലൈറ്റിൻ്റെ പ്രസൻസ് കാണിക്കുന്നതിന് വേണ്ടിയുള്ള സിമ്പിൾ ആണ് Hnu. Okay, then one of the hydrogen atom is again replaced by the chlorine atom, then we will get CH2Cl2 and one HCl molecule is again eliminated. Okay, when this molecule is again treated with the chlorine in the presence of light, one HCl molecule is again eliminated and the product will be CHCl3. When this compound again treated with the chlorine in the presence of light, one HCl molecule is again eliminated and the product will be CCl4. That is, this hydrogen is replaced by chlorine atom. Thus we will get CCl4 and this compound is chloroform. That is, CHCl3 is called chloroform. CCl4 is carbon tetrachloride. Okay, so ഈ റിയാക്ഷനിൽ ഓരോ സ്റ്റെപ്പിലും ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ ആറ്റം വന്നു. അതേസമയം ഹൈഡ്രോകാർബണിലെ ഓരോ ഹൈഡ്രജൻ ആറ്റവും ഹാലോജൻ ആറ്റവുമായി ചേർന്ന് ഹൈഡ്രജൻ ഹാലൈഡായി എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു റിയാക്ഷനിൽ ഒരു മിക്സ്ചർ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഓരോ പർട്ടിക്കുലർ കോമ്പൗണ്ടിൻ്റെയും ഈൽഡ് വളരെ കുറവായിരിക്കും. In this reaction, the ease of substitution of different types of hydrogen atom is benzylic or allylic greater than, tertiary greater than, secondary greater than, primary greater than, vinylic or aryl. അതായത് ഹാലോജൻ ആറ്റം ആൽക്കെയിനിലുള്ള ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്യുന്നത് ആ ഹൈഡ്രജൻ ആറ്റംസിൻ്റെ നേച്ചറിനനുസരിച്ചാണ്. സോ ഈ ഓർഡറിനെ ബേസ് ചെയ്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസിയായി നടക്കുന്നത്. This is butane and when butane is treated with the chlorine in the presence of light, what will be the product? ഇതിലെ ഏത് ഹൈഡ്രജൻ ആറ്റംസ് വേണമെങ്കിലും റീപ്ലേസ് ചെയ്ത് ക്ലോറിൻ ആറ്റം വരാം. ഓക്കെ, സോ ഈ CH3യിലെ ഒരു ഹൈഡ്രജൻ ആറ്റം ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3 CH2 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 Cl അല്ലേ? ഇനി ഈ CH2 ഗ്രൂപ്പിലെ ഒരു ഹൈഡ്രജൻ ആറ്റം ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3 CH2 CH Cl CH3. Okay, thus we will get a mixture of primary haloalkane and secondary haloalkane.
ഇതിൽ ഏതായിരിക്കും കൂടുതലായി ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്? സെക്കൻഡറി ഹാലോ ആൽക്കീൻ, ഇസ്ന്റ് ഇറ്റ്? Next method is by electrophilic substitution. Electrophilic substitution reactions aromatic compounds ന്റെ characteristic reactions ആണ്. So aromatic hydrocarbons-ൽ നിന്നും ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണിത്. When an aromatic hydrocarbon is treated with a halogen in the presence of iron in dark, we will get a mixture of ortho and para substituted derivatives. For example, this compound is toluene. അതായത് ഒരു ബെൻസീൻ റിങ്ങിനോട് CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് ആണ് ടൊളുവിൻ. ഈ ടൊളുവിനെ ഹാലോജനേഷൻ ചെയ്യുകയാണ്. ഹാലോജനേഷൻ്റെ റിയേജൻസ് എന്ന് പറയുന്നത് ഹാലോജൻ ഇൻ ദ പ്രസൻസ് ഓഫ് അയേൺ. And this reaction is carried out in the absence of light. Okay, that is why here it is written as dark. Okay, so toluene halogenation ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഇൻകമിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹാലോജൻ ആറ്റം ആയിരിക്കും. ആ ഹാലോജൻ ആറ്റം ഈ റിങ്ങിലെ ഏത് പൊസിഷനിൽ വരണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി ഉള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്, അതായത് CH3 ഗ്രൂപ്പാണ്. Here CH3 group is an electron releasing group and an electron releasing group is ortho para directing. അതുകൊണ്ട് തന്നെ CH3 ഗ്രൂപ്പ് ഇവിടുത്തെ ഇൻകമിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഹാലോജൻ ആറ്റത്തിന് ഒന്നുകിൽ ഓർത്തോ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടൊളുവീൻ. ഓക്കെ, these ortho and para isomers can be easily separated due to large difference in their melting points. ഈ റിയാക്ഷനിലെ ബൈ പ്രോഡക്റ്റ് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആയിരിക്കും. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന ഹാലോജൻ മോളിക്യൂൾ അയോഡിൻ ആണെങ്കിൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആയിരിക്കും. സോ we have to remove hydrogen iodide which is formed as byproduct during iodination. Thus the oxidizing agents such as nitric acid, that is HNO3, and periodic acid, that is HiO4, are used to oxidize the hydrogen iodide formed during the iodination. Fluoro compounds cannot be prepared by this method. അതിന് കാരണം ഫ്ലൂറിൻ മോളിക്യൂളിൻ്റെ ഹൈ റിയാക്ടിവിറ്റി ആണ്. അതുപോലെ ക്ലോറിനേഷനിൽ അയേണിന് പകരം ഫെറിക് ക്ലോറൈഡും ബ്രോമിനേഷനിൽ അയേണിന് പകരം ഫെറിക് ബ്രോമൈഡും കാറ്റലിസ്റ്റായി യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് റിയാക്ഷൻ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ഫ്രം ആൽക്കീൻസ്. ഇതിലെ ഫസ്റ്റ് റിയാക്ഷനാണ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് ടു ആൽക്കീൻ. Halo alkanes can be prepared from alkenes by the addition of HCl, HBr or HI, that is a hydrogen halide. ഒരു ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആൽക്കീനിലെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഈ ആൽക്കീനിലേക്ക് ഈ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് ഈ മോളിക്യൂൾ ആഡ് ചെയ്യുന്നത്. അതായത് ഹൈഡ്രജൻ ഹാലൈഡ് സ്പ്ലിറ്റ് ചെയ്ത് H+ഉം X- മാറുന്നു. അതിനുശേഷം ഹൈഡ്രജൻ ആറ്റം ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഏതെങ്കിലും ഒരു കാർബണിലേക്കും ഹാലോജൻ ആറ്റം നെക്സ്റ്റ് കാർബണിലേക്കും അറ്റാച്ച് ചെയ്യുന്നു. അതേസമയം ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലെ പൈ ബോണ്ട് ഡിസപ്പിയർ ആയി സിംഗിൾ ബോണ്ട് ആകുന്നു. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ് ലൈക്ക് ദിസ്: carbon carbon single bond, then hydrogen is attached to this carbon atom and halogen is attached to this carbon atom. Okay, for example, CH3 CH double bond CH CH3 plus HBr. What will be the products of this reaction? The HBr will split like H plus and Br minus ions. അതിനുശേഷം ഹൈഡ്രജൻ ഈ കാർബണിലേക്കും ബ്രോമിൻ ഈ കാർബണിലേക്കും അറ്റാച്ച് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് പോയി സിംഗിൾ ബോണ്ട് ആവുകയും ചെയ്യും. ഇത് നേരെ തിരിച്ച് ആഡ് ചെയ്താലും ശരിയാണ്. അതായത് ഹൈഡ്രജൻ ഈ കാർബണിലേക്കും ബ്രോമിൻ ഈ കാർബണിലേക്കും ആഡ് ചെയ്താലും ശരിയാണ്. കാരണം ഇതൊരു സിമെട്രിക്കൽ ആൽക്കീൻ ആണ്. എന്താണ് സിമെട്രിക്കൽ ആൽക്കീൻ? ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള ആൽക്കാൽ ഗ്രൂപ്പ് സെയിം ആയി വരുന്ന
ആൽക്കീൻസിനെയാണ് സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറയുന്നത്. സോ ഹൈഡ്രജൻ ബ്രോമൈഡിൻ്റെ അഡീഷൻ ഏത് രീതിയിൽ ചെയ്താലും ഇവിടെ സെയിം പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ പ്രോഡക്ട്സ് ലൈക്ക് ദിസ്: CH3 CH, hydrogen will attach to this carbon atom and bromine will attach to this carbon atom, then CH3. This is the product formed during this reaction. ഇത് നേരെ തിരിച്ച് ആഡ് ചെയ്താലും, അതായത് ഹൈഡ്രജൻ ഇവിടെയും Br ഇവിടെയും ആഡ് ചെയ്താലും സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, The order of reactivity of hydrogen halide is Hi greater than Hbr greater than HCl. In the case of unsymmetrical alkenes, the addition of hydrogen halide takes place according to the Markovnikov's rule. According to this rule, in addition reactions, the negative part of the addendum, that is adding molecule, will attach to that carbon atom of the carbon-carbon double bond that contains less number of hydrogen atoms. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. അതായത് ഈ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ CH3 ആണെങ്കിൽ ഈ സൈഡിൽ CH2 ആണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അൺസിമെട്രിക്കൽ ആൽക്കീൻ. ഇങ്ങനെയുള്ള ഒരു മോളിക്യൂളിലേക്ക് ഹൈഡ്രജൻ ബ്രോമൈഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. This molecule will split like H plus and Br minus. Okay. And which is the negative part of this molecule? It is Br minus, isn't it? ഈ നെഗറ്റീവ് പാർട്ട്, അതായത് Br മൈനസ് ആഡ് ചെയ്യുന്നത് ഈ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിലെ കുറവ് നമ്പർ ഹൈഡ്രജൻ ആറ്റം ഉള്ള കാർബൺ ആറ്റത്തിലാണ്, അതായത് CH എന്നുള്ള കാർബൺ ആറ്റത്തിലാണ്. ഓക്കെ, ദെൻ ദ പ്രോഡക്റ്റ് വിൽ ബി CH3 CH Br CH2 H. ഇത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ CH3 എന്ന് ഒരുമിച്ച് എഴുതാം. ഓക്കെ, അതായത് CH3 CH Br CH3. Okay, this will be the major product. Okay, and next പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് CH3 CH2 Br എന്നുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സോ ദിസ് പ്രോഡക്റ്റ് ഇസ് മൈനർ പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മേജർ പ്രോഡക്റ്റാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റും എഴുതിയിട്ട് മേജർ പ്രോഡക്റ്റ് ഇതാണെന്നും മൈനർ പ്രോഡക്റ്റ് ഇതാണെന്നും എഴുതണം. ഓക്കെ, സോ മാർക്കോണിക്കോസ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അഡീഷൻ നടന്നത്. But addition of hydrogen halide to unsymmetrical alkenes in the presence of peroxide takes place in anti-Markovnikov's manner. This is known as peroxide effect or Kharash effect. ഇവിടെ ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ഇവിടെ ആഡ് ചെയ്യേണ്ട മോളിക്യൂൾ HBr ആണ്. എന്നാൽ ഇവിടെ മറ്റൊരു റിയേജൻറ്റ് കൂടിയുണ്ട്, അതായത് പെറോക്സൈഡ്. അങ്ങനെ പെറോക്സൈഡ് റിയാക്ഷൻ മീഡിയത്തിൽ ഉണ്ടെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോസ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് അഡീഷൻ നടക്കേണ്ടത്. അതായത് മാർക്കോണിക്കോസ് റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അഡീഷൻ നടക്കേണ്ടത്. സോ ഈ മോളിക്യൂളിലെ പോസിറ്റീവ് പാർട്ട് H+ഉം നെഗറ്റീവ് പാർട്ട് Br മൈനസും ആണ്. സോ ആൻറ്റി മാർക്കോണിക്കോസ് റൂൾ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും അഡീഷൻ? നെഗറ്റീവ് പാർട്ട് ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ഉള്ള കാർബൺ ആറ്റത്തിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? CH3 CH, then hydrogen is added to this carbon atom, then CH2 Br. Okay, or we can written it as CH3 CH2 Br. This will be the major product. And which will be the minor product? CH3 CH Br CH2 H, or CH3 CH Br CH3. Okay,
This will be the minor product. So റിയാക്ഷൻ മീഡിയത്തിൽ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോസ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് അഡീഷൻ നടക്കേണ്ടത്. ഓക്കെ, and this effect is known as peroxide effect or Kharash effect. Next method for the preparation of haloalkanes from alkenes is the addition of halogens to alkenes. Addition of bromine dissolved in carbon tetrachloride, that is CCl4, to alkene results in the formation of a vicinal dihalide. During this reaction, the reddish brown color of bromine gets discharged. This reaction is used in laboratory as a test for detection of double bond in a molecule. For example, ഇത് ഈത്തീൻ ആണ്. ഇതിലേക്ക് ബ്രോമിനിൻ CCl4 എന്നുള്ള ആ ബ്രൗൺ ലിക്വിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? ഈ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിലേക്ക് ഓരോ ബ്രോമിൻ ആറ്റം വന്ന് ആഡ് ചെയ്യും. അങ്ങനെ ഒരു വിസിനൽ ഡൈബ്രോമൈഡ് അല്ലെങ്കിൽ വിസ് ഡൈബ്രോമൈഡ് കിട്ടും. സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ്? CH2Br CH2Br. ഈ അഡീഷൻ നടക്കുമ്പോൾ ഈ രണ്ട് സൈഡിലുള്ള കാർബൺ ആറ്റത്തിൽ അഡീഷൻ നടക്കുന്നതിനോടൊപ്പം ഈ ഡബിൾ ബോണ്ട് പോയി അവിടെ സിംഗിൾ ബോണ്ടായി മാറും. ഓക്കെ, and the product is vis dibromide or vicinal dibromide. Okay, So these are the methods for the preparation of haloalkanes and haloarenes from hydrocarbons. I hope you understood the topic. Okay, thank you.